ഒരു പുരാണത്തിൻ്റെയും ഒരു സിദ്ധൻ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെയും തുടക്കം തന്നെ പറയുന്നത് എന്താണ്? നിങ്ങളിതിനെയൊന്നും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ നിങ്ങളൊരു സീക്കറല്ല. നിങ്ങൾക്കിതിലെല്ലാം അനുഭവം ഉറച്ചാൽ മാത്രം നിങ്ങളിതിനെ ഉറയ്ക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അനുഭവങ്ങൾക്കാണ്. കാശിയുടെ മറ്റൊരു പദം മരണമെന്നുള്ളതാണ്. എന്നാൽ ഭൗതികപരമായി ജീവിക്കുന്ന മനുഷ്യൻ ഒരിക്കലും മരണത്തെ, ഒരു വ്യക്തിയുടെ മരണം കാണുമ്പോൾ മാത്രം കണ്ണുകളും ബുദ്ധിയും പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവിലും വിശ്വസിക്കുന്ന ഒരു തലം മാത്രമല്ല, മരണവും ജനനവും ഇല്ലാത്ത ഒരു പ്രക്രിയയുണ്ടെന്നുള്ള തലത്തെ നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ ഇല്യൂഷനിൽ നിന്ന് നമ്മൾ മാറണം. അതിനെയാണ് യഥാർത്ഥ സമാധി അവസ്ഥ എന്ന് പറയുന്നത് തന്നെ. അതിനെ ഗുരുജി, അങ്ങനെ സമാധിയൊക്കെ അപ്പോൾ നമ്മൾ കാശിപ്പോയ സമാധി അനുഭവിക്കാൻ പറ്റുമോ? അത് ശ്രീരാമ പരമഹംസൻ സ്വാമി വിവേകാനന്ദന് കൊടുത്തതുപോലെയൊക്കെ നമുക്കങ്ങനെ കിട്ടുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അവരൊന്നും ഇപ്പോഴും അവരുടെ മുന്നിലുള്ള കണ്ണു തുറന്നുള്ള സാധ്യതയെ കാണാത്തത് കൊണ്ട് മാത്രമാണ്. ശ്രീരാമ പരമഹംസൻ ചിലപ്പം 1000 കണക്കിന് ആൾക്കാർക്ക് സമാധി അവസ്ഥയിൽ ഇരുത്തിയിട്ടുണ്ട്, അല്ല സമാധി സ്ഥിതി അനുഭവിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സ്വാമി വിവേകാനന്ദനെ പോലെ ഒരാൾക്ക് ആ ഒരു തലത്തെ കൊടുത്തപ്പോഴാണ് അദ്ദേഹം ആ ഗുരുവിൻ്റെ പ്രാധാന്യവും നമ്മുടെ ഭാരതീയ അല്ലെ ഹിന്ദുത്വത്തിൻ്റെ മഹിമയും ലോകമെമ്പാടും എത്തിക്കണമെന്നുള്ള ആ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ചതും ലോകം മുഴുവനും ശ്രീരാമ മിഷനും ഇത്രയും ഒരു പ്രചാരണം കിട്ടിയതും. ഓരോ ഈവൻറ്റിലും 100 കണക്കിന് ആൾക്കാരെയാണ് സ്വാമി വിവേകാനന്ദൻ അനുഭവിച്ചതുപോലുള്ള സമാധി അനുഭവത്തെ നൽകിയിട്ടുള്ളത് ഞാൻ. എന്നാൽ മലയാളികളായതുകൊണ്ടും അവർക്ക് അവരുടെ കാര്യം മാത്രം എന്നുള്ളൊരു ചിന്ത കൊണ്ടും പ്രചാരണം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് സമാധിയെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തിലെത്താത്തതും.